എഴുത്തുകാരുടെ അന്തസ്സിനെക്കുറിച്ചും എഴുത്തിലെ നിലപാടിനെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പേര്, ഏറ്റവും പ്രധാനപ്പെട്ട പേര് എം സുകുമാരൻ്റേതാണ്. മലയാള സാഹിത്യത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട, ഇടതുപക്ഷങ്ങളാൽ വിമർശിക്കപ്പെട്ട എഴുത്തുകാരനാണ് എം സുകുമാരൻ. മലയാളത്തിലെ രാഷ്ട്രീയ ആധുനികതയുടെ ഏറ്റവും ശക്തനായ വക്താവായ എം സുകുമാരൻ എഴുതിയ കഥകൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായത് അതിലെ രാഷ്ട്രീയ വിവക്ഷകൾ കൊണ്ടും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷക്രിയ എന്ന നോവൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയെ തുറന്നു കാണിക്കുന്ന പുസ്തകമായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് പല കഥകളും, ആദ്യകാല കഥകളും, അതിനുശേഷം അദ്ദേഹം എഴുതിയ ജനിതകം, പിതൃതർപ്പണം തുടങ്ങിയ പ്രശസ്തമായ പുസ്തകങ്ങളൊക്കെ തന്നെ മലയാളി ഏറ്റവും ഹൃദ്യമായി സ്വീകരിച്ചത് അവരുടെ എഴുത്തിൽ കാണിക്കുന്ന സത്യസന്ധത കൊണ്ടാണ്. എം സുകുമാരനെ മലയാളികൾ ഒരു സാംസ്കാരിക യോഗങ്ങളിലോ രാഷ്ട്രീയക്കാർക്കൊപ്പം നിന്ന് പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ തൻ്റെ നിലപാടുകൾ പറയുന്ന ഒരു എഴുത്തുകാരനായിട്ടോ, അല്ലെങ്കിൽ പൊതുവേദികളിൽ നമ്മൾ കാണുന്ന കാർണിവലുകളിൽ, സാഹിത്യ ഉത്സവങ്ങളിൽ ഒരിക്കലും മലയാളി കാണാത്ത ഒരു മുഖമാണ് എം സുകുമാരൻ്റേത്. അദ്ദേഹം വളരെ സജീവമായി എഴുതിക്കൊണ്ടിരുന്ന കാലത്തും അദ്ദേഹം നിശബ്ദനായിരുന്ന കാലത്തും മലയാളി അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, അദ്ദേഹത്തെ അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തേടിപ്പിടിച്ചു വായിച്ചു. അത് കേരളത്തിൽ അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്ന എഴുത്തുകാർ കുറവാണെന്ന് തന്നെ പറയാം. ശേഷക്രിയ എന്ന നോവലിലേക്ക് വരാം. അദ്ദേഹം ശേഷക്രിയ എന്ന നോവൽ എഴുതുന്നത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ശേഷക്രിയ വന്നതിന് ശേഷം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ CPIM അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നു. അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. അദ്ദേഹം അന്ന് AGS ഓഫീസിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണ് എം സുകുമാരൻ. അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹം ഒരു പ്രസ്സിൽ പ്രൂഫ് റീഡറായും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ ജീവിതത്തെ സമീപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഒരിക്കലും സ്വാധീനിക്കാതെ എഴുത്തിലും അല്ലെങ്കിൽ ജീവിതത്തിലും കാണിക്കേണ്ട സത്യസന്ധത എന്താണെന്ന് മലയാളിക്ക് കാണിച്ചു തന്ന അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് എം സുകുമാരൻ. ഞാനിത് പറയാൻ കാരണം, തിരുവനന്തപുരത്ത് 2003 അന്ന് കൈരളി ചാനലിൻ്റെ ഓഫീസ് കോട്ടയ്ക്കകത്താണ്, വടക്കേ കൊട്ടാരം. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് താമസ സൗകര്യം അന്വേഷിച്ച് ഞാനിങ്ങനെ ഒരു വാടക വീട് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പ്രശാന്ത് നഗറിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ആണ് ഞാനിവിടേക്ക് താമസിക്കാൻ വരുന്നത്. അന്ന് തൊട്ട് അദ്ദേഹം ജീവിച്ച കാലം അത്രയും വളരെ വ്യക്തിപരമായി ബന്ധം, ഏറ്റവും ആത്മബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാളത്തിൽ, എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും സത്യസന്ധമായി, അല്ലെങ്കിൽ ഇത്രയും ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് ശരിക്കും സ്വയം സൃഷ്ടിച്ച ഒരു ലോകത്ത് ഏറ്റവും സംതൃപ്തനായി ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ജീവിതത്തിൽ ഞാൻ പഠിച്ചത് അദ്ദേഹത്തെ കണ്ടാണ്. എന്ന് മാത്രമല്ല, മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്ന പല എഴുത്തുകാരിൽ നിന്നും മാറി നടക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്. പലപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾക്കും മാറി മാറി വരുന്ന അധികാര കേന്ദ്രങ്ങളോടും ചേർന്ന് നിന്ന് സ്വന്തം ആശയാഭിലാഷങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു എം സുകുമാരൻ. അപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ വായിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം സർഗാത്മക തലത്ത് സത്യസന്ധത പുലർത്തേണ്ടത്, അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തോട് അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോട് സത്യസന്ധത പുലർത്തേണ്ടതെന്ന് മലയാളിയെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എം സുകുമാരൻ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണകാലത്ത് ഇടതുപക്ഷ നേതാക്കന്മാരെക്കുറിച്ച് കവിത എഴുതുക, ചിത്രം വരയ്ക്കുക, അവരെ സ്തുതിക്കുക, അവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ പോരാളികളായി നിലനിൽക്കുക ചെയ്ത ആൾക്കാരൊക്കെ തന്നെ ഇന്ന് പലപ്പോഴും കേൾക്കുന്ന കാര്യം, UDF അധികാരത്തിലെത്തിയപ്പോൾ UDFൽ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരെ സമീപിക്കുകയും തങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അനുഭവജ്ഞാനമുള്ളവരാണ്, തുടർന്നും ഞങ്ങൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതായിട്ട് എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്കൊപ്പം നിറം മാറുകയും അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഏറ്റവും ജീർണമായ നിലപാടുകൾ കൊണ്ട് ജീർണമായ ജീവിതം ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാർക്കിടയിൽ ഇതുപോലുള്ള എഴുത്തുകാരെക്കുറിച്ചുള്ള ഓർമ്മ, അവരുടെ എഴുത്തിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ നന്മയുടെ ഒരു കാലത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്തിലേക്കുള്ള ഒരു യാത്ര പോലെ നമുക്ക് അനുഭവപ്പെടും.